പ്രിയപ്പെട്ടവരെ, പ്രാവിൻകൂട് ഷാപ്പ് എന്ന ഈ സിനിമയുടെ ട്രെയിലർ, ഇത്രയധികം ജനങ്ങൾ അടങ്ങിയ ഒരു ട്രെയിലർ റിലീസിംഗ് ആദ്യമായിട്ടാണെന്നാണ് സൗബി പറഞ്ഞത്. ഈ ട്രെയിലർ ലോഞ്ച് ചെയ്തതായി സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഔദ്യോഗിക ട്രെയിലർ റിലീസാണ് നമ്മുടെ ഈ വേദിയിൽ ഇപ്പോൾ നടന്നത്. അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളോട് പറയാൻ let me invite the versatile Souben Shahid and മലയാളത്തിന്റെ ഹിറ്റ് മെഷീൻ ബേസിൽ ജോസഫ്. അപ്പൊ ആദ്യം നമുക്ക് സൗബിൻ ഖാൻ അടുത്ത് ചോദിക്കാം അല്ലേ? റെഡി? സൗബിൻ ഖാൻ, ഈ പ്രാവിനെ വിട്ടിട്ട് ഒരു കളിയില്ലല്ലോ ഇപ്പൊ, എന്താ ഈ പ്രാവിനോട് ഇത്രയധികം അറ്റാച്ച്മെന്റ്? അല്ല, മറ്റേ പറവനെ ഡയറക്ട് ചെയ്താ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. അതിൽ അഭിനയിക്കാൻ ചെയ്തു. അത് പിന്നെ പറവ പ്രാവം കൊണ്ട് ഇത് പ്രാവ് കൂടി വെച്ചിരിക്കുന്ന ഒരു ഷാപ്പ്, അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ബന്ധമുള്ളൂ, അത്രേ ഉള്ളൂ. പ്രാവുമായിട്ട് ബന്ധം, കൂടുതൽ റിലേഷൻ ഒന്നുമില്ല. എനിക്ക് ബേസിലിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്, എനിക്കൊന്ന് മലയാളത്തിൽ ഇത്ര ചെറുപ്പത്തിൽ തന്നെ മലയാളത്തിന് ഒരു നെടും തൂണായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇന്ന് കുറച്ചൊന്ന് അഹങ്കരിച്ചൂടെ? എനിക്ക് അഹങ്കാരമൊക്കെ ഉണ്ട്. ഇല്ല, ഇല്ല, അങ്ങനല്ല, കുഴപ്പമില്ല. എനിക്ക് തന്നെ പറയാൻ മതി വിചാരിക്കും. അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൻവർ റഷീദ് പ്രൊഡക്ഷൻ, ഷൈജു ഖാലിദ് കൂട് ഷാപ്പ് എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പ്രാവുംകൂട് ഷാപ്പ് ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമയാണ്. ഒരു കൊലപാതകവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റാന്വേഷണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സിനിമയാണ്. നിങ്ങൾ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ, പക്ഷേ ഭയങ്കര കമേഴ്ഷ്യലായിട്ട് ആക്ഷനും ഹ്യൂമറും ഒക്കെ ആയിട്ട് ഒരു ബ്ലാക്ക് ഹ്യൂമറൊക്കെയാണ്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളെ എന്റർടൈൻ ചെയ്തിട്ട് നിങ്ങൾ മുൾമുനയിൽ നിർത്താൻ പറ്റുന്ന ഒരു സംശയം ചോദിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ബേസിലിനെ സഹിക്കാൻ പറ്റുന്നില്ല, ഇനി പോലീസ് ഓഫീസറും കൂടി ആദ്യമായിട്ട് തുടങ്ങിയാൽ എങ്ങനെയാണ് നമ്മളൊക്കെ സഹിക്കുക എന്നുള്ളൊരു സംശയമാണ്. അതെ 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 കഴിയുമ്പോൾ പോലീസുകാരെല്ലാം കൂടെ ഇല്ല, നല്ലവനായ ഒരു പോലീസുകാരനാണ്, മാതൃകയായ ഒരു പോലീസുകാരൻ്റെ റോളാണ്. അപ്പോൾ ആദ്യ അവസാനം ഈ പറയുന്ന പോലെ പ്രേക്ഷകരെ എഡ്ജ് ഓഫ് ദ സീറ്റിലിരുത്തി എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. പുതിയൊരു സംവിധായകനാണ്, ശ്രീരാജ് എന്ന് പറയുന്ന ഒരു സംവിധായകനാണ്. ഇതിന്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് ഷൈജു ഖാലിദ് എന്ന് പറയുന്ന സിനിമാറ്റോഗ്രാഫറാണ്. അദ്ദേഹം ഒരുപാട് വലിയ ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുള്ള കുമ്പളങ്ങി നൈറ്റ്സ് മുതൽ മഞ്ഞുമൽ ബോയ്സ് ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ സിനിമയും സൂപ്പർ ഹിറ്റ്. അപ്പോൾ അങ്ങനെ നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ടെക്നീഷ്യൻസ്. പിന്നെ അൻവർ റഷീദിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. അദ്ദേഹം രാജമാണിക്യം, ചോട്ടാ മുംബൈ, അങ്ങനെ അണ്ണൻ തമ്പി, ഉസ്താദ് ഹോട്ടൽ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഹിറ്റ് സിനിമകൾ മാത്രം ചെയ്തിട്ടുള്ള സംവിധായകൻ. അതിനുശേഷം പ്രേമം, ബാംഗ്ലൂർ ഡേയ്സ്, ഒടുവിലിത് ആവേശം വരെ, പറവ ഈ സിനിമകളെല്ലാം നിർമ്മിച്ച അൻവർ റഷീദാണ് ഈ സിനിമയുടെയും നിർമ്മാതാവ്. അപ്പോൾ നല്ല ഗ്രൂപ്പ് ഓഫ് ടെക്നീഷ്യൻസും പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാവരും കുറച്ചധികം ഫ്രണ്ട്സും ചേരുന്ന ഒരു അടിപൊളി പടമാണ് പ്രാവിൻകൂട് ഷാപ്പ്. സൗബിൻ ഖാൻ, ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ട സമയത്ത് ഷീറ്റ് കൊണ്ട് അമ്മാന ആടുന്ന ഒരാളെയാണ് നമ്മൾ കണ്ടത്. എന്താണ് ശരിക്കും കഥാപാത്രം? ഒരു ചെറിയ ക്ലൂ. അല്ല, എന്തായാലും 16 പടം ഇറക്കാൻ പോകുന്നുണ്ട്. അതിന്റെ അത് കണ്ടു പറയുന്നത് കാരണം അതിലെല്ലാ എന്താ പറയാ, പടത്തിലെ എല്ലാ മുഹൂർത്തങ്ങളും നല്ല കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. അത് പടം കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവണം. അപ്പൊ അതിനു മുമ്പ് പറഞ്ഞ അതിന്റെ ഇതെല്ലാം പോകും. പിന്നെ അതിൽ പറയുന്നുണ്ട് എല്ലാ ദിവസവും ചീട്ടുകളി, കള്ളുകൂടി അങ്ങനെ നടക്കുന്ന, അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കുറച്ച് ചീട്ട് വെച്ചുള്ള അഭ്യാസം. കള്ളൂടി ചീട്ടുകളി, കള്ളൂടി ചീട്ടുകളി, കള്ളൂടി ചീട്ടുകളി ഇതാണ് മെയിൻ. അപ്പൊ എനിക്ക് ചോദിക്കാം, പോലീസ് വേഷങ്ങൾ ചെയ്യാൻ സൂക്ഷ്മദർശിനിക്കൊക്കെ ശേഷം അതിലൊരു വെറൈറ്റി ക്യാരക്ടറാണല്ലോ. അല്ല, പോലീസ് ഞാൻ ഇപ്പോൾ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. പോലീസ് റോളുകളൊക്കെ നമ്മുടെ വലിയ സൂപ്പർ താരങ്ങളൊക്കെ പോലീസ് റോളിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, സിംഗം പോലെയൊക്കെ എനിക്ക് പോയി നിൽക്കണമെന്ന്. അപ്പൊ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നതിന് മറ്റേ ഈ വർക്കൗട്ട് ചെയ്യാൻ ആളുടെ അടുത്ത് പറഞ്ഞു, ചേട്ടാ 2 ആഴ്ച സമയമുണ്ട്, നല്ല ബോഡി സെറ്റ് ചെയ്ത് തരണം, ഷൂട്ടിന് ഇറങ്ങി ചെല്ലുമ്പോൾ അവര് സിംഗം സിംഗം എന്ന് പറഞ്ഞ മ്യൂസിക് ഇടാൻ തോന്നുന്നു പറഞ്ഞു.
അപ്പൊ ട്രെയിനർ പറഞ്ഞു, സാർ 2 ആഴ്ച കൊണ്ട് നടക്കും തോന്നില്ല, മിക്കവാറും ഒരു സെറ്റിൽ ഒരു എന്ന് പറയുന്ന മ്യൂസിക് ഇട്ടായിരിക്കും സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ കുഴപ്പമില്ല, അതുപോലെ വലിയ സെറ്റാണ് ഭയങ്കര വന്നറിയപ്പെട്ട എങ്ങനെയുണ്ടായിരുന്നു ബേസിലിന്റെ കൂടുതൽ എക്സ്പീരിയൻസ്? ഇതുപോലെ തന്നെ എപ്പോഴും ചില്ലാണോ സെറ്റിലും? ഫുൾ ടൈം ഇങ്ങനെ തന്നെയാണ്. ഫുൾ ടൈം ഇങ്ങനെ തന്നെയാണ്. അടിപൊളിയാണ്. അടിപൊളിയാണ്. പിന്നെ നമ്മുടെ സിനിമയിലുള്ള മറ്റു താരങ്ങളുടെ കൂടെ വിശേഷം? അതെ, സൗബിക വലിയ റോളാണ് ചെയ്തിരിക്കുന്നത്. സൗബിക ലീഡ് റോളാണ് ചെയ്തിരിക്കുന്നത്. സൗബിക ഒരു ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു റോളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചെമ്പൻ വിനോദമുണ്ട്, ചെമ്പൻ ചേട്ടനുണ്ട്, പിന്നെ ചാന്ദിനി ഉണ്ട്, പിന്നെ ശബരീഷ് വർമ്മയുണ്ട്, പിന്നെ ഒരുപാട് പുതിയ ആക്ടേഴ്സ് ഉണ്ട്. പിന്നെ റിയാസ് ഒക്കെ ഉണ്ട്. മറ്റേ നമ്മുടെ കുറേ നാടക നമ്മുടെ പ്രായമുള്ള കുറേ ഉണ്ട്, ഭയങ്കര രസമുള്ള കുറേ കോമഡി പറയുന്ന കുറേ ആൾക്കാർ കുറേ പേരുണ്ട്. ഒരു വലിയൊരു വൻ താരനിര തന്നെയാണ് ഈ സിനിമയെ നമ്മൾ കാത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ എന്തായാലും 100 കോടി ക്ലബിലൊക്കെ സിനിമ ഇടം പിടിക്കട്ടെ. അതിന് മുൻപ് ബേസിലെ കണ്ടു കഴിഞ്ഞാൽ ഈ ചോദ്യം ചോദിക്കാതെ പറ്റില്ല. ഈ കൈകിട്ട യൂണിവേഴ്സിനെ കുറിച്ച്, ഹാൻഡ് ഷേക്ക് യൂണിവേഴ്സിനെ കുറിച്ച് കേൾക്കട്ടെ. ചോവനോല് തുടങ്ങിയത് നമ്മുടെ മമ്മൂക്ക വരെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ആരായിരിക്കും വലിയ തലങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്? പക്ഷെ ഇനി ആരാവണം എന്നാണ് പ്രതീക്ഷ? ഓൾറെഡി ആയി. പുതിയ എൻട്രി നമ്മുടെ ഹാൻഡ് ഷേക്ക് കമ്മ്യൂണിറ്റിയിലേക്ക്. ഇനി ആര് വരണം എന്നാണ് ഒരു പ്രതീക്ഷ? ഒരുപാട് പേര് മെസ്സി, റൊണാൾഡോ ഇവരൊക്കെ സ്ഥിരം കളി കഴിഞ്ഞിട്ട് ചോദിക്കാണ്ട് കൊടുക്കുന്ന ആൾക്കാരാണല്ലോ. എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ ഇനി വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചാൽ, അപ്പൊ എന്തായാലും ഇവരെ ഇങ്ങനെ ഈ നമ്മുടെ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിവൽ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് അവരെ കൊണ്ട് ഒരു പാട്ടോ ഡാൻസോ ഒക്കെ കളിപ്പിക്കണ്ടേ? വേണ്ടേ? വേണം. പാട്ട് പാടാൻ വിനീതേട്ടൻ വരുന്നുണ്ട്. അതിന്റെ കൂടെ ഓഹോ ഹോ നടണ്ട ചിലപ്പോ. അപ്പൊ എന്തായാലും ഡാൻസ് കണ്ടാലോ? റെഡി? യെസ്. പാട്ട് വർക്കായിരുന്നാ മതിയായിരുന്നു നേരത്തെ പോലെ. പാട്ട് അപ്പൊ നമുക്ക് പാട്ട് വേണോ പ്ലീസ്? എല്ലാവർക്കും നമസ്കാരം. ഇത്രയും ബഹുമാനപ്പെട്ട കളക്ടർ, ബഹുമാനപ്പെട്ട മേയർ ദീന ഫിലിപ്പ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ റിയാസിക്ക, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇത്രയും സ്നേഹം നിറഞ്ഞ കോഴിക്കോട് ബേപ്പൂർ നിവാസികളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞങ്ങൾ ഇവിടുന്ന് വരുന്ന വഴിക്ക് ഞാൻ ആദ്യം ഒരു നല്ല സിൽക്ക് ഷർട്ടും ഒരു മുണ്ട കൊടുത്ത് വരാം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ നിന്ന് ആ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടേക്ക് വരുന്ന വഴിക്ക് ഞങ്ങൾ പറയായിരുന്നു മുണ്ടെടുക്കാത്തത് ഭാഗ്യമായി പോയി. അവിടെ നിന്ന് ഇവിടം വരെ എത്താൻ പെട്ട പാട്. ബെൽറ്റ് കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നാണ് മിനിസ്റ്റർ പറയുന്നത്. അപ്പോൾ ഭാഗ്യം കൊണ്ട് ഈ ഷർട്ടും പാൻറ്റും ഇട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. അത്രയും വലിയ ജനക്കൂട്ടമാണ് അവിടെ നിന്ന് ഇവിടം വരെ കാണാൻ കഴിഞ്ഞത്. ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഞാൻ ഈ അടുത്ത കാലത്തൊന്നും എവിടെയും കണ്ടിട്ടില്ല. അത് തീർച്ചയായും മിനിസ്റ്റർ പറഞ്ഞ പോലെ
അത് ഈ ഫെസ്റ്റിവൽ 4ാം സീസണിൽ എത്തി നിൽക്കുന്ന ഈ ഫെസ്റ്റിവലിൻ്റെ വലിയ വിജയമാണ്. 2021 കോവിഡ് സമയത്ത്, കോവിഡിന് ശേഷം എല്ലാവരും പുതിയ എന്താ പറയുക, ഒന്നും വലിയ ഒത്തുകൂടലുകൾക്കൊക്കെ ഒന്ന് മടിച്ചു നിൽക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഈ ഫസ്റ്റ് സീസൺ തുടങ്ങുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോൾ ഈ മൊമെന്റ് വരെ ഇത്രയും വലിയ വിജയകരമായിട്ട് ഈ ഫെസ്റ്റ് നടത്താൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അവിടെ നിന്ന് ഇവിടം വരെ വരുന്നവരെ പറയുന്ന പുതിയ ബീച്ച് സ്റ്റാർട്ട് ചെയ്തതും പുതിയ പാലം, വർണ്ണാഭമായ പുതിയൊരു പാലം, കച്ചവടക്കാരും വഴിയോര കച്ചവടക്കാരും എല്ലായിടത്തും ബൾബും വെളിച്ചവും ഒക്കെ ആയിട്ട് ഈ നാടങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കളർഫുള്ളായി മാറി. നാട്ടുകാരും നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ എല്ലാവരും മൊത്തത്തിൽ ഈ ഫെസ്റ്റിലൂടെ എല്ലാവർക്കും അവരുടെ എന്താ പറയുക, മൊത്തത്തിലൊരു കളർഫുൾ ഫീലാണ് ഇവിടെ വന്നപ്പോൾ കിട്ടാൻ കഴിഞ്ഞത്. ഭയങ്കര സന്തോഷം. മുമ്പിലിരിക്കുന്നവരും ജനക്കൂട്ടം, ബാക്കിലും വലിയൊരു ജനക്കൂട്ടമുണ്ട്. ഇത്രയും വലിയ ഡിപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ ഉള്ള റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മുടെ മുമ്പിലും പിന്നിലുമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ മുമ്പിൽ ഈ പറയുന്ന പോലെ നിങ്ങൾ ഇവിടെ ഒരു റെപ്രസെൻറ്റ് ചെയ്ത് നിന്ന് സംസാരിക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ഇനിയും തുടർന്നും ഇതിൻ്റെ ഈ പ്രോഗ്രാം വലിയ വിജയകരമായിട്ട് നടത്താൻ സാധിക്കട്ടെ. മിനിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ വിഷൻ കൂടുതൽ സക്സസ്ഫുള്ളായിട്ട് സാക്ഷാത്കരിക്കാൻ അദ്ദേഹത്തിൻ്റെ ടീമംഗൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ പുതിയൊരു സിനിമ ഇറങ്ങുന്നുണ്ട്. പ്രാവൻകൂട് ഷാപ്പ് എന്നാണ് സിനിമയുടെ പേര്. ഈ വരുന്ന ജനുവരി 16-ാം തീയതിയാണ് അതിൻ്റെ റിലീസ്. അതിൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പോസ്റ്ററൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമ അത് ട്രെയിലറും പോസ്റ്ററൊക്കെ കണ്ടിട്ട് കാണാൻ തോന്നുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ 4 ആളോട് പറയുക ആ സിനിമ കാണണമെന്ന്. കാണാൻ തോന്നുകയാണെങ്കിൽ മാത്രം കണ്ടാൽ മതി. ഇഷ്ടപ്പെട്ടാൽ മാത്രം ബാക്കിയുള്ളവരോട് പറയുക ഇഷ്ടപ്പെട്ടു, എല്ലാവരോടും കാണാൻ പറയുക. തീർച്ചയായിട്ടും ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച്. കുഞ്ഞിരാമായണം മുതൽ ഗോദ മുതൽ മിന്നൽ മുരളി മുതൽ പിന്നീട് അഭിനയിച്ച സിനിമകൾക്കും ഒക്കെ അവസാനം ഈ സൂക്ഷ്മദർശിനി വരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പ്രാവൻകൂട് ഷാപ്പ് എന്ന സിനിമയ്ക്ക് നിങ്ങൾ പോയി കാണുമെന്ന് വിചാരിക്കുന്നു. അത് എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള സൗബിക്കയും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹവും ഒരു പ്രധാനപ്പെട്ട മെയിൻ ലീഡ് റോളിൽ അദ്ദേഹവും അഭിനയിക്കുന്നുണ്ട്. ശ്രീരാജ് എന്ന് പറയുന്ന ഒരു പുതിയ സംവിധായകനാണ്. ആവേശം എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്ത അൻവർ റഷീദ്, ഒരുപാട് സിനിമകൾ നമുക്ക് ഡയറക്ടർ എന്ന രീതിയിൽ സമ്മാനിച്ചിട്ടുള്ള അൻവർ റഷീദ് ആണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. ആവേശം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹം നിർമ്മിക്കുന്ന സിനിമ കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പ്രാവൻകൂട് ഷാപ്പ് തിയേറ്ററിൽ പോയി കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഒരിക്കൽ കൂടി ഈ ഫെസ്റ്റിന് വേണ്ടി ഇവിടെ ഇൻവൈറ്റ് ചെയ്ത മിനിസ്റ്റർക്കും അദ്ദേഹത്തിൻ്റെ ടീമിനും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇനിയും ഇതിലും വലിയ രീതിയിൽ വർണ്ണാഭമായി ഈ ഫെസ്റ്റ് തുടർന്നുള്ള വർഷങ്ങളിൽ നിങ്ങൾക്ക് നടത്താൻ കഴിയട്ടെ. നേരത്തെ പറഞ്ഞ പോലെ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടി ഈ ഒരു ഐക്യം തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ. എല്ലാവരും ജീവിതം ഇതുപോലെ തന്നെ ഈ ഫെസ്റ്റിലൂടെ ആഘോഷിക്കാൻ ഒരു അവസരം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ബേസിൽ ജോസഫ്. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് സൗബിൻ ഷാ. എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ. എനിക്ക് സ്റ്റേജ് നടത്താൻ ചെറിയ പറഞ്ഞുള്ള ആളാണ്. പിന്നെ ഈ സ്റ്റേജിന് മുമ്പിൽ ഞാൻ ഇതേപോലെ ഇത്ര വലിയ ഒരു ജനക്കടൽ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയ ജനങ്ങളുടെ മുമ്പിലാണ് നിൽക്കുന്നത്. അതും ഈ പേപ്പർ ഫെസ്റ്റിവലിൽ ഞാൻ വന്നിട്ട് ഇനിയും അടുത്ത എപ്പോഴൊക്കെ ഏത് പേപ്പർ ഫെസ്റ്റ് ഉണ്ടെങ്കിലും ഞാൻ ഉറപ്പായിട്ട് റിയാസ്ക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരും. കാരണം അതെനിക്ക് ഇവിടം വരെ നടന്നെത്തുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു എനർജി എല്ലാവരും കുടുംബത്തോടും കുട്ടികളും എല്ലാവരും സ്റ്റോളിലൊക്കെ നടക്കുന്നുണ്ട് തന്നെ വളരെയധികം സന്തോഷം തോന്നി. താങ്ക് യു. അതുപോലെ എന്താ പറയുന്നത് അറിയാം, നിങ്ങൾ ഈ സ്നേഹവും ഈ ആവേശവും എല്ലാം കണ്ടിട്ട് എൻ്റെ ശരിക്കും മനസ്സും കണ്ണും എല്ലാം നിറഞ്ഞു. പിന്നെ എല്ലാം ഓക്കെയാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഈ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് വന്നിരിക്കുന്ന മെയിനായിട്ട് നമ്മളുടെ ഒരു ചെറിയൊരു പടമല്ല, വലിയൊരു പടമായിട്ടുള്ള പ്രാവൻകൂട് ഷാപ്പ് ഈ വരുന്ന 16-ാം തീയതി ഇറങ്ങുന്നുണ്ട്. ഞാനും ബേസിലും ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പായിട്ട് ഞാൻ വാക്ക് തരുന്നതാണ്. ഈ പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും
താങ്ക് യു. ഇനിയും അങ്ങോട്ട് ഈ സപ്പോർട്ടിന് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സൗബിൻ, താങ്ക് യു സോ മച്ച്. നമ്മുടെ ബേപ്പൂർ ഞങ്ങൾ രണ്ടുപേരും പാട്ട് ഇങ്ങനെ സ്റ്റേജിൽ പാടിയില്ല. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഒരുമിച്ച് ഒരു ക്യാമ്പ് ഫയറിൽ വന്നിട്ട് പാടിയിട്ടുണ്ട്. അന്ന് ബേസിൽ തന്നെ കൊച്ചിച്ചിട്ടുണ്ട്. ഇതിൽ ആകെ 4 പേരല്ലേ ഉള്ളത്. റെഡി? ും